Praise the Lord, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, hallelujah, 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 hallelujah. Praise the Lord, praise the Lord, praise the Lord. Glory to God, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനവുമായി വീണ്ടും റോസ് ഫാമിലി FB പേജിൽ കടന്നു വരുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിശേഷാൽ എന്നെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയും റോസ് ഫാമിലി പ്രവർത്തനങ്ങളുടെ പിൻപിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി റോസ്ലിൻ ആൻറ്റി പ്രിയ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളൊക്കെ ആയിരിക്കുന്ന മേഖലകളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ അല്പസമയം കർത്താവിൻ്റെ വശത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കേണ്ടത്, നമുക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ കർത്താവ് നൽകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങൾ നല്ല ദൈവമേ, സ്തുതി ഞങ്ങൾ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അങ്ങയുടെ സന്നിധാനത്തിൽ വശത്തിന് മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. മാനുഷികമായ ഒരു ശബ്ദമല്ല, പരിശുദ്ധാത്മാവ് തന്നെ നയിക്കേണ്ടതിന് നിയന്ത്രിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നത് ഓർത്ത് നന്ദി മഹത്വമെല്ലാം അങ്ങ് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് സെഫന്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ബുക്ക് ഓഫ് സെഫന്യ ചാപ്റ്റർ 3 3-ാം അധ്യായത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ക്ഷണിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. സെഫന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ഈ അധ്യായത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് സ്വതന്ത്രം അവരുടേതായിട്ടുള്ള ചില പ്രവർത്തികൾ നിമിത്തം കൂടിയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്നാമത് വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മത്സരവും മലിനതയും ഉള്ളതും പീഡിപ്പിക്കുന്നതും ആയ നഗരത്തിന് അയ്യോ കഷ്ടം. അപ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് ചില ദൈവിക ആലോചനകളെ നൽകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ ദേശത്തെ നോക്കി പറയുകയാണ്, ഒത്തിരിയധികം പ്രതിസന്ധി അവിടെയുണ്ട്. അവിടെ മലിനതകളുണ്ട്, അവിടെ മത്സരമുള്ള ജനമാണ്, ആ നഗരത്തിൻ്റെ അകത്ത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ, അവൾ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല, പ്രബോധനവും കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തൻ്റെ ദൈവത്തോട് അടുത്ത് വന്നിട്ടുമില്ല. നോക്കിക്കേ, കർത്താവിൻ്റെ ജനമാണ്, അവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നില്ല, അവർ പ്രബോധനം കൈക്കൊള്ളുന്നില്ല, അവർ കർത്താവിൽ ആശ്രയിക്കുന്നില്ല, അവർ കർത്താവിനോട് അടുത്ത് വരുന്നില്ല. അതിനകത്ത് അതിൻ്റെ പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങൾ, അതിൻ്റെ ന്യായാധിപതിമാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ, അവർ പ്രഭാതകാലത്തേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അതിൻ്റെ പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരും ആകുന്നു. അതിൻ്റെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. നോക്കിക്കേ, ദൈവം ആ ദേശത്തെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ആ നഗരത്തെ നോക്കുമ്പോൾ കർത്താവ് കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, അവിടെയുള്ള പുരോഹിതന്മാർ, അവിടെയുള്ള പ്രവാചകന്മാർ, സ്തോത്രം, ദൈവത്തിൻ്റെ ജനമൊക്കെ അവർ ചെയ്യേണ്ടാത്ത പല പ്രവർത്തികളുമാണ് അവർ ചെയ്യുന്നത്. അവർ സിംഹങ്ങളെ പോലെ, ന്യായാധിപന്മാരൊക്കെ ചെന്നായ്ക്കളെ പോലെ അവർ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അവർ ന്യായപാലനം ചെയ്യേണ്ട രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഒത്തിരിയധികം ദൈവീയ പദ്ധതികൾക്ക് വിരോധമായി ജനം നിൽക്കുകയാണ്. പക്ഷെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, യഹോവ അതിൻ്റെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രതീക്ഷ നഷ്ടപ്പെട്ട, ഇൻ എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ വി സീ ദാറ്റ് God is giving hope. കർത്താവ് അവിടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു പ്രത്യാശ നൽകുകയാണ്. കർത്താവ് പറയുകയാണ്, യഹോവ അതിൻ്റെ മധ്യത്തിൽ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിൽ പ്രതികൂലമുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. ഒരു പക്ഷേ ചുറ്റുപാട് മൊത്തം നമുക്ക് പ്രതികൂലമാണ്, നമ്മൾ ആയിരിക്കുന്ന ദേശം നമുക്ക് അനുകൂലമല്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരുവൻ നീതിമാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുവൻ നീതിമാനാണ്. നോഹയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്,
വക്രതയുള്ള ഒരു തലമുറ, ദൈവസന്നിധാനത്തിൽ നിലനിൽക്കാത്ത ഒരു തലമുറ, കർത്താവിന്റെ സന്നിധാനത്തിൽ പാപം ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ നീതിമാനായ ഒരു മനുഷ്യനായി നോഹ നിൽക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാനായ ഒരു സ്വർഗീയ പിതാവുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ അതിന്റെ മധ്യത്തിൽ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. പ്രിയ ദൈവത്തിന്റെ പൈതലേ, സ്വതന്ത്രം പ്രതികൂലത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിന്റെ ചുറ്റുമുള്ള പ്രതിസന്ധി, അല്ലെങ്കിൽ നിന്റെ ചുറ്റും നീ നേരിടുന്ന പ്രശ്നങ്ങൾ, നീ ആയിരിക്കുന്ന മേഖലകൾ, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ എത്രമാത്രം അനീതിയുണ്ട് അതോർത്ത് നീ ഭാരപ്പെടേണ്ട. അതിൻ്റെ മധ്യത്തിൽ നീതിമാനായ യഹോവയുണ്ട്. എന്നെ ഒത്തിരിയധികം ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. അവിടെ പറയുകയാണ്, അവൻ നീതികേട് ചെയ്യുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നീതിമാനാണ്, ദൈവം നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. ലോത്തിന്റെ കാലഘട്ടത്തെ കുറിച്ചും നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ ലോത്ത് ഇങ്ങനെയാണ് പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: അനീതി ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ നീതിമാനായ ലോത്ത് താൻ ഈ അനീതി പ്രവർത്തികളുടെ മധ്യത്തിലങ്ങ് നിന്ന് സ്വന്തം തൻ്റെ ആ നീതി പോലും ഇല്ലാതെയായി പോകുന്ന അവസ്ഥകളാണ്. പക്ഷേ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒറ്റയൊരു കാര്യം: ദൈവം അതിൻ്റെ ഒക്കെ മധ്യത്തിൽ നീതിമാനായിട്ടുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ എത്ര വിശ്വസ്തരല്ല എങ്കിലും സ്തോത്രം, നമ്മൾ അവിശ്വസ്തരാണെങ്കിലും കർത്താവ് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനീതി ചെയ്താലും നീതിമാനായ ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. നോക്കിക്കേ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവ അതിൻ്റെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതികേടായിട്ടുള്ള പ്രവർത്തികൾ, നീതിയില്ലാത്ത പ്രവർത്തികൾ. അത് പ്രവാചകന്മാരായിക്കൊള്ളട്ടെ, പുരോഹിതന്മാരായിക്കൊള്ളട്ടെ, ന്യായാധിപന്മാരായിക്കൊള്ളട്ടെ, അവരൊക്കെ നീതിയില്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയാണ്. പക്ഷേ ഒറ്റയൊരു വാക്കിതാണ്: യഹോവ അതിൻ്റെ മധ്യത്തിൽ നീതിമാനായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാൻ ഇന്ന് ദൈവമക്കളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നീതിമാനായ ഒരു ദൈവമുണ്ടെങ്കിൽ സ്തോത്രം, എത്രമാത്രം അനീതിയുടെ മധ്യത്തിൽ നമ്മൾ നിന്നാലും കർത്താവ് ചിലതൊക്കെ നീതിയോടെ ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർക്ക് ആ ദൂതിന്റെ മുൻപിൽ ഒരു ആമേൻ പറയുവാൻ കഴിയും? അതെ, ആമേൻ. സ്വന്തം ഒരുപക്ഷെ പല സാഹചര്യങ്ങളിലും നോക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കും, കർത്താവെ അങ്ങിതൊന്നും കാണുന്നില്ലേ, കർത്താവെ അങ്ങിതൊന്നും അറിയുന്നില്ലേ, എന്തുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ അനീതി ഇത്രമാത്രം പെരുകുന്നത്? ദൈവസ്നേഹം അനേകർ തണുത്തു പോകുന്നു, അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നു. എന്തുകൊണ്ട് കർത്താവെ ഇതൊന്നും കാണുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നത്തിന്റെയും മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രതികൂലത്തിന്റെയും മധ്യത്തിൽ നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്, കർത്താവെ ഇതൊന്നും കാണുന്നില്ലേ? പക്ഷേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ അതിന്റെ മധ്യത്തിൽ നീതിമാനാകുന്നു. അതെ, ആമേൻ, അവൻ നീതികേടൊന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇയ്യോബിന് പറയുവാനുള്ളത്: എനിക്ക് വേണ്ടി നീതിമാനായ ഒരു സ്വർഗീയ പിതാവുണ്ട്. എൻ്റെ സ്വന്തം സാക്ഷി ഉയരത്തിലും എൻ്റെ ജാമ്യക്കാരൻ സ്വർഗ്ഗത്തിലുമുണ്ട്. എനിക്കറിയാം, എനിക്ക് സകലവും പ്രതികൂലമാ, എനിക്ക് സകലവും പ്രതിസന്ധിയാ. സ്വന്തം തൻ്റെ ഭാര്യ തന്നെ സ്വന്തം ശപിക്കുവാനിടയായി തീർന്നു. ദൈവത്തെ ശപിച്ച് പ്രാകാനുള്ള അഭിപ്രായം അവൾ കൊടുത്തു. തൻ്റെ സ്നേഹിതന്മാർ അവർ വൃദ്ധാശ്വാസകന്മാരാ, വെറുതെ അവർ വന്നിട്ട് സ്തോത്രം ആശ്വസിപ്പിക്കാൻ വന്നവരാ. പക്ഷെ അവർ പോലും തനിക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ സ്തോത്രം, നീ നീതിമാനാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഇപ്പോൾ എഴുന്നേറ്റ് വരുമെന്നൊക്കെ അവർ സംസാരിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ വിശ്വാസത്തോട് അറിഞ്ഞ സത്യത്തിനു വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു യോബിനെയാണ്. യോബിന് പറയാനുള്ളത്: എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയാണെങ്കിലും, എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമാണെങ്കിലും എനിക്കറിയാം, എൻ്റെ സാക്ഷി ഉയരത്തിലുണ്ട്. എനിക്ക് വേണ്ടി സാക്ഷ്യം നിൽപ്പാൻ ഒരു അപ്പൻ ഉയരത്തിലുണ്ട്. അതെ, ആരോടോ പരിശുദ്ധാത്മാവ് പറയുക: നിനക്ക് വേണ്ടി ഈ ലോകം അനുകൂലമല്ലായിരിക്കും, നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിപ്പാൻ ഒരു വ്യക്തി പോലും കാണത്തില്ല. പക്ഷെ നീ ഓർത്തോ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി നീതിമാനായ ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. പ്രവാചകൻ പറയുകയാണ്: യഹോവ അതിൻ്റെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേടൊന്നും ചെയ്യുന്നില്ല. അതേ പ്രിയ ദൈവത്തിന്റെ ജനമേ, ലോകം നീതികേട് കാണിക്കുമ്പോൾ പ്രവാചകന്മാർ ഈ അധ്യായത്തിന്റെ വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ പ്രവാചകന്മാർ നീതികേട് കാണിക്കുക, പുരോഹിതന്മാർ നീതികേട് കാണിക്കുകയാണ്. സ്തോത്രം, സ്വന്തം ന്യായാധിപന്മാർ നീതികേട് കാണിക്കുക. പക്ഷേ ദൈവം അതിൻ്റെയൊക്കെ മധ്യത്തിൽ നീതിമാനായി നമുക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? അതെ, ദൈവത്തിന്റെ ജനമേ, നമുക്ക് വേണ്ടി നീതിയുള്ള ഒരു സ്വർഗീയ പിതാവുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരും. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം കറണ്ട് സിറ്റുവേഷൻസിനൊക്കെ ഒരു മാറ്റം വരും. ഇവിടെ സ്വന്തം എല്ലാം പ്രതികൂലമാണ്. പക്ഷേ
പക്ഷേ കർത്താവ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ചിലതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. ആ പട്ടണത്തിൽ ആകമാനം ഒരു മാറ്റം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് നീതിമാനാകൊണ്ട്, സ്വതം ഹല്ലേലൂയ, കർത്താവ് വിശുദ്ധനാകൊണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി ഇത് അവിടെ സംഭവിക്കുമ്പോൾ കർത്താവ് അവിടെ അതിന് കൂട്ടു നിൽക്കുന്നില്ല. കർത്താവ് അവിടെ ചിലത് പ്രവർത്തിക്കുകയാണ്. 6 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ഞാൻ ജാതികളെ ഛേദിച്ചു കളഞ്ഞു, അവരുടെ കൊത്തളങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഞാൻ അവരുടെ വിധികളെ ആരും കടന്നു പോകാതെ വണ്ണം ശൂന്യമാക്കി, അവരുടെ പട്ടണങ്ങൾ ഒരു മനുഷ്യനും നിവാസിയും ഇല്ലാതെ നശിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? നീതിയില്ലാത്ത പ്രവർത്തികൾ അവിടെ സംഭവിക്കുന്നുണ്ട്. കർത്താവ് ചിലതിനെയൊക്കെ നശിപ്പിച്ചു കളയുകയാണ്. നീ എന്നെ ഭയപ്പെട്ട് പ്രബോധനം കൈക്കൊള്ളുക എന്ന് ഞാൻ കൽപ്പിച്ചു, എന്നാൽ ഞാൻ അവളെ സന്ദർശിച്ചതുപോലെയൊക്കെയും അവളുടെ പാർപ്പിടം ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവർത്തികളൊക്കെയും ചെയ്തു പോന്നു. നോക്കിക്കേ, കർത്താവ് അവർക്കൊരു ആലോചന നൽകുകയാ, പക്ഷെ എന്നിട്ട് പോലും അവരത് ചെയ്യാതിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഇങ്ങനെയാണ്, സ്തോത്രം, പ്രബോധനം കൈക്കൊള്ളുവാൻ കൽപ്പിച്ചു, പക്ഷേ അവരത് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് എന്താണ്? അവർ, സ്തോത്രം, ഹല്ലേലൂയ, ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവർത്തികളൊക്കെയും ചെയ്തു പോകുന്നു. നോക്കിക്കേ, ജാഗ്രതയോടെ, ദേ ആർ വെരി മച്ച് ഈഗർ, ഹല്ലേലൂയ. അവരൊത്തിരി ജാഗ്രതയോടെ ചെയ്യുക. എന്ത്? ദുഷ്പ്രവർത്തികൾ. സ്തോത്രം, ഹല്ലേലൂയ. പ്രബോധനം കൈക്കൊള്ളുവാൻ പറഞ്ഞിട്ട് പോലും ദുഷ്പ്രവർത്തി അവർ ജാഗ്രതയോടെ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും താഴോട്ട് വായിച്ചു വരും, അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നീതിമാന്മാരായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ഒരു ശേഷിപ്പ്, നീതി ചെയ്യുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് മനസ്സിനുള്ളിൽ ഭയങ്കര ഭാരമാ, അവരുടെ മനസ്സിൽ ഭയങ്കര വേദനയാണ്. സ്തോത്രം. കർത്താവിൻ്റെ അരുളപ്പാട് അങ്ങനെയുള്ളവരോട് ഇങ്ങനെയാണ്, ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, ഹല്ലേലൂയ, പ്രതികൂലം വരുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട്. കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ പല ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ കർത്താവിന് നമ്മോട് പറയാനുള്ളത്, ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ നീ എനിക്കായി കാത്തിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ലായിരിക്കും പ്രിയ ദൈവജനമേ കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവിനൊരു റൈറ്റ് ടൈം എല്ലാത്തിനുമുണ്ട്. കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സുരമാരോട് കർത്താവിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്ന ഒരു ദൈവിക ആലോചന, നീ ദൈവസന്നിധാനത്തിൽ കാത്തിരുന്നു, നീ ദൈവസന്നിധാനത്തിൽ കാത്തിരുന്നു, നിനക്ക് വേണ്ടി സാക്ഷിയായി എഴുന്നേൽക്കുന്ന ഒരു കർത്താവുണ്ട്. യോബ് പറയുന്നത് പോലെ, ആമേൻ, സുരം, എൻ്റെ സാക്ഷി സ്വർഗ്ഗത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. അതെ, നിനക്ക് വേണ്ടി ജാമ്യം നിൽക്കുവാനോ സാക്ഷ്യം പറയുവാനോ ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല എങ്കിലും, നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിപ്പാൻ ആരും തന്നെ ഇല്ലെങ്കിലും, നീ അതോർത്ത് ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി നിന്റെ മധ്യത്തിൽ നീതിമാനായ ഒരു യഹോവയുണ്ട്. ആ കർത്താവ് നീതികേട് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്, ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. താഴോട്ട് വീണ്ടും വായിച്ചു വരുമ്പോൾ ദൈവം ഒത്തിരി പ്രവർത്തികൾ അവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, എൻ്റെ ക്രോധവും എൻ്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവ്വഭൂമിയും എൻ്റെ തീക്ഷ്ണതയ്ക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഏക മനസ്സോട് അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. കൂശ് നദികളും അക്കരെ നിന്ന് എൻ്റെ നമസ്കൾ, എൻ്റെ ചിതറിപ്പോയവരുടെ സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ടുവരും. അന്നാളിൽ ഞാൻ നിന്റെ മധ്യയിൽ നിന്ന് നിന്റെ ഗർഭോധന്മാരെ നീക്കിക്കളയുകയും നീ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവർത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് 11 വാക്യത്തിൽ നമുക്ക് വീണ്ടും കാണുക, അന്നാളിൽ ഞാൻ നിന്റെ മധ്യയിൽ നിന്ന് ആമേൻ ചിലതൊക്കെ നീക്കിക്കളയും. അപ്പോൾ വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പോൾ ദൈവം
നീതിമാനായ ദൈവം ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീതികേടൊന്നും കർത്താവ് ചെയ്യുന്നില്ല. നീതികേടായിട്ട് നടക്കുന്ന പല പ്രവർത്തികളുണ്ട്. അതിനെയൊക്കെ കർത്താവ് സ്തോത്രം മാറ്റുവാൻ ഇടയായിത്തീരും. കർത്താവ് അതിനൊക്കെ ഒരു നീക്കം വരുത്തുവാൻ ഇടയായിത്തീരും. 12ാമത് വാക്കിൽ പറയും, ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ളൊരു ജനതയെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുക, നിന്റെ മധ്യത്തിൽ ഞാനൊരു ജനതയെ ശേഷിപ്പിക്കും. അതേ പ്രിയ ദൈവത്തിന്റെ ജനമേ, എല്ലാ കാലഘട്ടത്തിലും കർത്താവ് ഒരു ജനതയെ ശേഷിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. താഴ്മയുള്ളൊരു ജനത, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചുവട് വെക്കുന്ന ഒരു ജനത, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ജനത, ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ് കർത്താവിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്ലീസ് ലോർഡ്, ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ചില പദമുണ്ട്, ദൈവം അതിന്റെ മധ്യയുണ്ട്. അതുകൊണ്ട് കർത്താവ് 11ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മൾ 5ാം വാക്യത്തിൽ കണ്ടതുപോലെ തന്നെ പറയുക, കർത്താവ് അതിന്റെ മധ്യയുണ്ട്. പ്രൈസ് ലോർഡ്. ചിലതിനെയൊക്കെ നീക്കിക്കളയും. ചില ഗർവികൾ, ഹല്ലേലൂയ, പ്രൗഡ് ഫീലിംഗ് ഉള്ള ചിലതിനെയൊക്കെ കർത്താവ് നീക്കിക്കളയും. കാരണം എന്താ? നീതിമാനാണ് കർത്താവ്. നീതികേടൊന്നും ആ കർത്താവിന് ചെയ്യുവാൻ കഴിയത്തില്ല. വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ ഞാൻ മുന്നേ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ചിലതൊക്കെ കർത്താവ് ചെയ്യുവാൻ ഇടയായി തീരും. സ്തോത്രം. ഈ അധ്യായം പ്രാരംഭത്തിൽ തുടങ്ങിയപ്പോൾ ഒത്തിരി അനീതി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പക്ഷേ സ്വരം ദൈവം അതിൻ്റെ മധ്യത്തിൽ ഉണ്ട് എന്നൊരു സ്വരം സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കർത്താവ് അതിൻ്റെ മധ്യത്തിൽ ഉള്ളത് സ്വരം ഒത്തിരി പ്രവൃത്തികൾ ഇവിടെ കർത്താവ് ചെയ്യുന്നുണ്ട്. സ്വരം താഴോട്ട് വീണ്ടും വായിച്ചു വരുമ്പോൾ, ഇസ്രായേൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല, അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. നോക്കിക്കേ സ്വതം ഹല്ലേലൂയ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിൽ ഇനി ശേഷിപ്പുള്ളവർ. സ്വരം കർത്താവ് ഒരു ശേഷിപ്പിനെ സ്വരം എല്ലാ കാലഘട്ടത്തിലും സൂക്ഷിക്കും. അപ്പോൾ ഇസ്രായേൽ ഇനി ശേഷിപ്പുള്ളവരെന്താണ്? അവർ ഭോഷ്ക് പറയുകയില്ല, അവർ നീതികേട് പ്രവർത്തിക്കില്ല. കാരണം എന്താ? നീതിയുള്ള ഒരുവൻ അവരുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. യഹോവ നീതിമാനായി അവരുടെ മധ്യത്തിലുള്ളത് കൊണ്ട്, നീതികേട് അവൻ പ്രവർത്തിക്കാത്തത് കൊണ്ട്, പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ ശേഷിച്ച ജനം സ്തോത്രം, അവർക്ക് ഹല്ലേലൂയ നീതികേട് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. കാരണം അവരുടെ മധ്യത്തിലുള്ളത് കർത്താവാണ്. സ്തോത്രം. ആ കർത്താവിന് നീതികേട് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല എങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്, ശേഷിച്ച ജനത്തിന് ഇനിയൊരു നീതികേട് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. താഴോട്ട് വായിച്ചു വരുമ്പോൾ 14ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതൊക്കെ ദൈവമക്കളോടുള്ള വാഗ്ദത്തമാണ്. കാരണം കർത്താവ് മധ്യത്തിലുണ്ട്. കർത്താവ് മധ്യം ഉള്ളത് കൊണ്ട് എന്താണ്? കർത്താവ് ചില ന്യായവിധികളെ മാറ്റിയിരിക്കുക, കർത്താവ് ചില ശത്രുവിനെ നീക്കിയിരിക്കുക. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. നോക്കിക്കേ, വീണ്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ദൈവമായ രാജാവ് അതിന്റെ മധ്യേ ഇരിക്കുന്നു. ആരോടോ കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി നീ ഓർത്ത് ഭാരപ്പെടേണ്ട, നിന്റെ ജീവിതത്തിലെ പ്രതികൂലത്തെ നീ ഓർത്ത് ഭാരപ്പെടേണ്ട. നിനക്ക് ചുറ്റുമുള്ള ചില പ്രതിസന്ധികൾ, നീ ആയിരിക്കുന്ന സ്വന്തം സമൂഹത്തിന്റെ അകത്ത് നീ നേരിടുന്ന ചില നിന്ദകൾ, സ്വന്തം നീ ആയിരിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് നീ കടന്നു പോകുന്ന ചില പ്രതികൂലത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. റൈഡദുര ശന്തൽ പ്രഭാസിയ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് എന്താണ്? ചില ന്യായവിധികളെ കർത്താവ് മാറ്റി, ചില ശത്രുവിനെ സ്വന്തം ഹല്ലേലൂയ കർത്താവ് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുത്, സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. ഇനി നീ അനർത്ഥം കാണുകയില്ല. അതേ ഹല്ലേലൂയ, നിന്റെ മധ്യത്തിൽ കർത്താവുണ്ട്. നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ മധ്യത്തിൽ യഹോവ നിന്റെ മധ്യേ ഉള്ളത് കൊണ്ട് നീ ഇനി ഒരു അനർത്ഥം കാണത്തില്ല. അത് എത്ര പേർ ദൂതിന്റെ മുൻപിൽ ആമേൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഇനി നീ അനർത്ഥം കാണത്തില്ല. ഒരുപക്ഷെ കഴിഞ്ഞ നാളിൽ നിന്റെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ കർത്താവിന്റെ വചനത്തിന് വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, അതെ, ഇനി നീ അനർത്ഥം കാണത്തില്ല. നിന്റെ മധ്യത്തിൽ യഹോവയായ രാജാവുണ്ട്, ഇസ്രായേലിന്റെ രാജാവുണ്ട്. നീ അനർത്ഥം കാണത്തില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഭയപ്പെടരുതെന്നും സിയോനോട് പറയും, അധൈര്യപ്പെടരുതെന്നും പറയും. കാരണം എന്താ? കർത്താവരുടെ മധ്യത്തിലുണ്ട്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഈ അധ്യായം തുടങ്ങിയത് ചില പ്രതികൂലത്തിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചില നീതികേട് ചെയ്യുന്ന വ്യക്തികളോട് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ നീതിമാനായ യഹോവയുള്ളത് കൊണ്ട്, നീതികേട് ചെയ്യാൻ കഴിയാത്ത യഹോവ അവരുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് ചില സ്ഥിതിഗതികൾക്ക് ഒരു
ഒരു മാറ്റം വരുത്തുവാൻ ഇടയായിത്തീർന്നു. ചില അവസ്ഥകൾ മാറുവാൻ ഇടയായിത്തീർന്നു. ദൈവം നിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ, നീ ആയിരിക്കുന്ന മേഖലയിൽ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ, പ്രതികൂലമാണെങ്കിലും പ്രശ്നമാണെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലമാണെങ്കിലും പ്രശ്നമാണെങ്കിലും ആമേൻ, വാഗ്ദത്തത്തെ ഓർത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ വാഗ്ദത്തത്തിന്റെ ആമേൻ സ്തോത്രം നിവർത്തീകരണത്തിന്റെ സമയം അടുത്തിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ഇനി അനർത്ഥം കാണുകയില്ല. ആമേൻ, ഭയപ്പെടരുതെന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ സിയോനോട് ആമേൻ അധൈര്യപ്പെടരുതെന്നും പറയും. ഹല്ലേലൂയ. അതൊക്കെ ദൈവിക ആലോചനയാണ്. സ്തോത്രം. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇങ്ങനെ പറയുന്നുണ്ട്, ശത്രു നിമിത്തം ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഭയപ്പെട്ടു പോകത്തില്ല. ആരും അവരെ ഭയപ്പെടുത്തത്തില്ല. അനുസരണം അവർ ഘോഷിച്ച് ആനന്ദിക്കും. സ്തോത്രം ഹല്ലേലൂയ. അവർ മേഞ്ഞു കിടക്കും. ആരും അവരെ ഭയപ്പെടുത്തത്തില്ല. ആമേൻ സ്തോത്രം. ഒത്തിരി വാഗ്ദത്തങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ശേഷിപ്പുള്ളവർ ഇനി നീതികേട് പ്രവർത്തിക്കത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 17-ാമത്തെ വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ആ ഒരു പദമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ വാക്യത്തിൽ കണ്ട അതേ പദമാണ്, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, രക്ഷിക്കുന്ന വീരനായി ആ കർത്താവ് നിനക്ക് വേണ്ടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ വിഷയത്തിൻ്റെ അകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്ഷിക്കുന്ന വീരനായി കർത്താവ് നിനക്ക് വേണ്ടി ഇരിക്കും. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോട് അവൻ നിങ്ങൾ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമേറിയ ദൈവിക വാഗ്ദത്തമാണ്. എത്ര ശ്രേഷ്ഠമേറിയ ഹല്ലേലൂയ ആലോചനയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനിൽ അത്യന്തം സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവ് ഘോഷിപ്പാൻ ഇടയായി തീരും. ദൈവത്തിനുശേഷം അവിടെ വീണ്ടും നമ്മൾ ഹല്ലേലൂയ എടുത്തെടുത്ത് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു പദം, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനാൽ നിന്റെ മധ്യേ ഇരിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് അനർത്ഥം കാണത്തില്ല. അതുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പ്രതികൂലമുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ട്. എന്നാൽ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട പ്രിയ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം. ഒരുപക്ഷെ എല്ലാം പ്രതികൂലമാ, ആരും തന്നെ അനുകൂലമായി കാണത്തില്ല. പക്ഷെ നിരാശപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. നീതിമാനായ യഹോവ നിന്റെ മധ്യത്തിലുണ്ട്. ആ കർത്താവിന് നീതികേട് ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, സങ്കീർത്തനങ്ങൾ 46-ാമത്തെ അധ്യായം നമുക്ക് വളരെ സുപരിചിതമായിട്ടൊരു വാക്യമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം യഹോവ അതിൻ്റെ മധ്യത്തിലുണ്ട്. സങ്കീർത്തനം 46-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ഏതിൻ്റെ മധ്യത്തിൽ? ആമേൻ സ്തോത്രം. 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്. അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. പ്രിയ ദൈവത്തിൻ്റെ ക്ഷണമേ, ഞാൻ മുന്നമേ പറയുവാനിടയായിത്തീർന്നു, കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ കരമുണ്ട് നമ്മുടെ കൂടെ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. നോക്കിക്കേ, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് മധ്യേ ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് നമ്മെ സഹായിക്കും. നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അത് കുലുങ്ങിപ്പോകുകയില്ല. നാം കുലുങ്ങിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ടോ, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടോ, നാം കുലുങ്ങിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അതെ, അവൻ സ്വന്തം ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. നിനക്ക് സഹായം എപ്പോഴാണ് വേണ്ടത്? ആ സമയത്ത് കർത്താവ് നിന്നെ സഹായിക്കും. ദൈവം നിന്റെ കൂടെയുണ്ടോ, നീ കുലുങ്ങി പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ സ്തോത്രം. നിന്നെ സഹായിപ്പാൻ കർത്താവിന്റെ കരമുണ്ട്. അധികാലത്ത് തന്നെ കർത്താവ് അതിനെ സഹായിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് അവരുടെ കൂടെയുള്ളത് കൊണ്ട്, കർത്താവ് അവരുടെ മധ്യത്തിലുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആമേൻ സ്തോത്രം. അവർ ലജ്ജിച്ചു പോകുന്നില്ല എന്നൊരു വാക്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ആമേൻ സ്തോത്രം. ഞാൻ ഇസ്രായേലിന്റെ മധ്യത്തിലുണ്ടെന്ന് കർത്താവോട് അരുളി ചെയ്യുക. അതേ പ്രിയ ദൈവത്തിന്റെ ജനമേ, കർത്താവ് നമ്മുടെ
കൂടെയുണ്ടെങ്കിൽ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല, കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും, അത് കുലുങ്ങി പോകത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ നേരിടുന്ന പ്രശ്നം എന്തു തന്നെയാണെങ്കിലും നീ കുലുങ്ങി പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവം നിന്റെ കൂടെയുണ്ടോ, നീ അധൈര്യപ്പെടണ്ട, ആമേൻ സ്തോത്രം, നീ ഭയപ്പെടണ്ട എന്ന് ഇസ്രായേലിനോടും സിയോനോടും അരുളി ചെയ്തതുപോലെ കർത്താവിന്റെ ആത്മാവ് ചിലരോട് ഈ സെഷനിൽ ഹല്ലേലൂയ വചനത്തിൽ നിന്ന് കൈമാറുന്ന ഒരു ദൂതിങ്ങനെയാണ്: നീ അധൈര്യപ്പെടണ്ട, നീ ക്ഷീണിച്ചു പോകണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും, അത് കുലുങ്ങി പോകത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ നടുവിലുണ്ട്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ കർത്താവ് കൂടെയുള്ളപ്പോൾ നടക്കുന്ന ചില പ്രവർത്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനിടയായി തീർന്നത്. സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു: ദൈവം കൂടെയുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നീതിമാനായ കർത്താവാണ്. അതുകൊണ്ടെന്നാണ് നീതികേട് ആ കർത്താവ് പ്രവർത്തിക്കുന്നില്ല. ആ കർത്താവ് നീതികേട് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ആമേൻ സ്തോത്രം, ഭോഷ്ക് പറയാത്തവർ ഒരു ശേഷിപ്പിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. നീതികേട് പ്രവർത്തിക്കാത്തൊരു ശേഷിപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം, അതോടെ ചേർന്ന് ചില വാഗ്ദത്തങ്ങൾ നടക്കും. അതോടെ ചേർന്ന് ഹല്ലേലൂയ ചില ദൈവിക ആലോചനകളെ കർത്താവ് കൈമാറിയ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, അവർ ഭയപ്പെട്ടു പോകത്തില്ല, അവർ അധൈര്യപ്പെട്ടു പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, കർത്താവിന്റെ സാന്നിധ്യം അവരുടെ കൂടെയുണ്ട്, അതുകൊണ്ട് അവർ ക്ഷീണിച്ചു പോകത്തില്ല. ആമേൻ സ്തോത്രം, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ സഹായിപ്പാൻ കർത്താവിന്റെ കരമുണ്ട്. ആമേൻ സ്തോത്രം, അവർ തളർന്നു പോകത്തില്ല. ആമേൻ. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് തന്റെ ജനത്തോട് കൂടെയുണ്ട്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും. കർത്താവ് അതിന്റെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം ഇങ്ങനെയാണ്: സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മുടെ മധ്യത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് വാഞ്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. തളർന്നിരിക്കുന്ന ശിഷ്യന്മാർ ഹല്ലേലൂയ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഹല്ലേലൂയ അവർ ഭയപ്പെട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു മുറിക്കകത്തായിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ മധ്യേ വന്നു നിന്നിട്ട് അവരുടെ പറയുക, നിങ്ങൾക്ക് സമാധാനം. കാരണം കർത്താവ് നോക്കുമ്പോൾ അവർ സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിൽ അവർ നിൽക്കുക. പക്ഷെ കർത്താവ് അത് അറിഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെങ്കിലും ദൈവം അത് കാണുന്നുണ്ട്, ദൈവം അത് അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് അവരോട് പറയുക, നിങ്ങൾക്ക് സമാധാനം. ഈ സെഷൻ എന്നെ കേൾക്കുന്ന ആമേൻ ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിനെ കൈമാറുവാനുള്ള ഒരു ദൈവിക ആലോചന. അതെ, നീ തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല, നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം അതിന്റെ മധ്യയുണ്ട്. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും, അത് കുലുങ്ങി പോകത്തില്ല. അതേ സ്തോത്രം, ഹല്ലേലൂയ, നീ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവ് നിന്റെ മധ്യയുണ്ടെങ്കിൽ, നീതിമാനായ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ആ കർത്താവ് നീതികേട് പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം ഒരുപക്ഷെ നീതികേട് പ്രവർത്തിച്ചേക്കാം, നിന്റെ ബന്ധുമിത്രാദികൾ ഹല്ലേലൂയ അവർ നിന്നോട് ആമേൻ നീതികേട് പ്രവർത്തിച്ചേക്കാം. നീ അതോർത്തൊന്നും ഭാരപ്പെടേണ്ട. ആമേൻ. നിനക്ക് വേണ്ടി നീതിമാനായ ഒരു സ്വർഗീയ പിതാവ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠമായ ദൈവിക വാഗ്ദത്തമാ, എത്ര ശ്രേഷ്ഠമായ ദൈവിക ആലോചനയാണ്. ഒത്തിരി കാര്യങ്ങൾ ഹല്ലേലൂയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആലയത്തിന്റെ അകത്തൊരു ദൈവമഹത്വം വെളിപ്പെടുക. 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ: എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിൻ്റെ അവൻ താഴോട്ട് വായിച്ചു വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു: അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും, ഞാൻ നിന്റെ മധ്യേ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, കർത്താവ് മധ്യത്തിൽ വസിച്ചാൽ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല. പ്രവാചകൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. യോവേൽ പ്രവാചകൻ അങ്ങനെയാണ് പറയുന്നത്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒറ്റയൊരു കാര്യം: നീതികേട് കർത്താവ് പ്രവർത്തിക്കത്തില്ല. നീതിമാൻ യഹോവ ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് അവർക്ക് സമാധാനം എന്ന് കർത്താവ് അവർക്കൊരു വാഗ്ദാനം നൽകുക. ആമേൻ. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്താണ്? നിന്റെ ജീവിതത്തിൽ പ്രതികൂലം എന്താണ്? നീ തളർന്നു പോകണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ആമേൻ ഹല്ലേലൂയ കടന്നു വരുമ്പോഴും നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നത് ആമേൻ കർത്താവ് ആമേൻ സ്തോത്രം 7 വിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചി അണിഞ്ഞവനായി ആമേൻ കർത്താവ് അതിന്റെ മധ്യത്തിൽ വസിക്കുകയാണ്. ഗോഡ് ഇസ് ഇൻ ദ
മിഡ്സ്റ്റ്. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന് ക്ഷണമേ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ കൂടിയിരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഹല്ലേലൂയ. നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല, നമ്മൾ വാടിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ക്ഷണമേ നമ്മെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നമ്മെ സഹായിപ്പാൻ ഒരു കർത്താവുണ്ട്. ആമേൻ സ്തോത്രം. അത് കുലുങ്ങിപ്പോകുക, നമ്മൾ കുലുങ്ങിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല, നമ്മൾ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മധ്യത്തിലുള്ള യഹോവ അരുളി ചെയ്യുന്നു, എൻ്റെ ജനം ഒരു നാളും രക്ഷിച്ചു പോകത്തില്ല. ആമേൻ സ്തോത്രം. നീ ക്ഷീണിച്ചു പോകുവാൻ, നീ തളർന്നു പോകുവാൻ ആമേൻ ഹല്ലേലൂയ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. സെഫനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ യഹോവ അതിൻ്റെ മധ്യയുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ സെഷനിൽ അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയ വചനത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിച്ചു. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് ഒരു സമർപ്പണത്തോടെ പറയാൻ കഴിയും, കർത്താവെ അടിയനിതാ ഞാനുണ്ട്, കർത്താവെ അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലൊന്ന് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനകൾക്കായി നന്ദി. ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതോർത്ത് നന്ദിയപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഹല്ലേലൂയ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ആമേൻ സ്തോത്രം. അങ്ങയുടെ ജനം ഒരു നാളും രക്ഷിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കത്തില്ല. ആമേൻ. യഹോവ അതിൻ്റെ മധ്യയുണ്ട്. യഹോവ അതിനെ സഹായിക്കും. അധികാലത്ത് കർത്താവ് അതിനെ സഹായിക്കും. അത് കുലുങ്ങിപ്പോകത്തില്ല. കർത്താവെ തളർന്നു പോകുവാൻ, ക്ഷീണിച്ചു പോകുവാൻ സ്വർഗമേ അങ്ങ് അനുവദിക്കലേ. ഹല്ലേലൂയ. അങ്ങയുടെ ജനത്തെ ഒക്കെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഓരോരുത്തരും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യുന്നത് ഓർത്ത് നന്ദി. പ്രാർത്ഥന കേട്ടും ഇത് ഓർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 വചനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കി തന്ന പ്രിയ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്ററോട് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.